സ്പോർട്സ് ക്ലബ് കരുനാഗപ്പള്ളി ദേവാസും, മനോജ് നയിക്കുന്ന വൈപ്പാടനും മഹേഷ് കുമാർ നയിക്കുന്ന ദേവാസും ആണ് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നത്. ഒന്നാം ഹീറ്റ്സില് ആനാരി ചുണ്ടൻ എത്തിയെങ്കിൽ രണ്ടാം ഹീറ്റ്സില് വൈപ്പാടനും ദേവാസുമാണ് എത്തിയിരിക്കുന്നത്. രണ്ടാം ഹീറ്റ്സ് നമ്പറില് എത്തിയിരിക്കുന്നത് വടക്കേ ആറ്റുപുറം പുളിങ്കുന്നം പുത്തൻ ചുണ്ടനുമാണ് കടന്ന് വരുന്നത്. പുളിങ്കുന്നം പുത്തൻ ചുണ്ടൻ പായിപ്പാടൻ ദേവാസ് വടക്കേ ആറ്റുപുറം ഈ 4 ചുണ്ടൻ വള്ളങ്ങളാണ് രണ്ടാം പാദ മത്സരത്തിൽ മത്സരിച്ചത്. പായിപ്പാടനും ദേവാസും ഒപ്പത്തിനൊപ്പം നിന്നുവെങ്കിൽ ഇപ്പോൾ പുളിങ്കുന്ന് പുത്തൻ ചുണ്ടനും വടക്കേ ആറ്റുപുറവുമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. തെക്കേക്കര ബ്രദേഴ്സ് ബോട്ട് ക്ലബ് കൊടുവിളക്കാരുടെ പുളിങ്കുന്ന് പുത്തൻ ചുണ്ടനും FBC നെടുമുടി വടക്കേ ആറ്റുപുറം ചുണ്ടനുമാണ് ഇപ്പോൾ കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കല്ലടയാറിന്റെ ഈ ജലരാജാക്കന്മാരാണ് പായിപ്പാടനും ദേവാസിന്റെയും ശക്തമായ മത്സരമാണ് ഇവിടെ മാറ്റുരച്ചത്. ഇപ്പോൾ പുളിങ്കുന്ന് പുത്തൻ ചുണ്ടനും വടക്കേ ആറ്റ് പുറവുമാണ് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജോ ജോസഫ്. നന്ദി ശ്രീ വിജയനാഥ്. ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ ഗണേശ്, നടുഭാഗം, ജവഹർ തായങ്കിരി, വെള്ളംകുളങ്ങര എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ ഇനത്തിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ ശ്രീ ഗണേശ് വള്ളം 9ാം നമ്പർ വള്ളം ശ്രീ ഗണേശാണ് അല്പം ലീഡ് ചെയ്യുന്നത്. സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ് കൊല്ലംകാരി തുഴയുന്ന ശ്രീ ഗണേശ് കഴിഞ്ഞ കൊല്ലം ജലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീ ഗണേശ് ഇതാ 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരികയാണ്. മറ്റു വള്ളങ്ങളെ വള്ളപ്പാടുകൾക്ക് പിന്തള്ളിക്കൊണ്ട് ശ്രീ ഗണേശ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രകടനമായിരുന്നു ആ വള്ളം കാഴ്ചവെച്ചത്. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു ഈ